ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വീടിൻ്റെ മുറ്റത്തൊക്കെ ഇറങ്ങി മാങ്ങ പറിക്കാൻ പോയതാണ്. കാരണം ഇവിടെ കുറേ മാങ്ങ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കണ്ടതൊരു കൊത്തിയ മാങ്ങയായിരുന്നു. അതെന്തോ കൊത്തിയതാ, ഫുള്ള് കൊത്തിയത്. പിന്നെ എനിക്ക് 2 പഴുത്ത മാങ്ങ കിട്ടി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു മാങ്ങ കൂടെ, അത് ഒരു പച്ച മാങ്ങയിനും. അങ്ങനെ അതും ഞാനെടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ച്. അത് തീരെ പഴുത്തിക്കില്ല, 3ാമത്തെ മാങ്ങ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നലെ ചായ കുടിക്കാം രാവിലെ തന്നെ. അങ്ങനെ ബാക്കി എല്ലാവരും ചായ കുടിച്ചതാണ്. അപ്പം എനിക്ക് മാത്രം കുറച്ച് ചായ വെച്ച്. അപ്പോൾ എനിക്ക് പൊടി തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൊടി മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ചായ. ഇതാണ് നമ്മളെ ചായയും കടിയും. ഇത് കൽത്തപ്പാണ്. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഞാൻ ചെടി നനക്കാൻ ഇറങ്ങി. ഇതാണ് നമ്മളെ 10 മണിച്ചെടി. അപ്പോൾ 10 മണിച്ചെടിയെല്ലാം പെട്ടെന്ന് വിരിഞ്ഞിട്ട് 10 മണീൻ്റെ മുന്നേ ഇത് വിരിഞ്ഞിട്ട് അങ്ങനെയാണ് ഓരോ സമയത്തെ വിരിയുക. 10 മണിച്ചെടിയിലെ പേര്. പക്ഷെ അങ്ങനെ എല്ലാ ചെടിക്കും നനക്കാൻ വിചാരിച്ച്. ഇവിടെ ഇപ്പം കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. ഇനിയും കുറേ ചെടികൾ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൻ്റെ സ്പീഡ് കുറഞ്ഞ് വരുന്നു. അപ്പം എനിക്ക് എന്താ സംഭവം, വെള്ളം എത്ര പെട്ടെന്ന് തീർന്നെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം, ഇതിവിടെ ഇങ്ങനെ കുടുങ്ങി നിന്നിട്ടുള്ളത്. അവസാനം ഞാനത് ശരിയാക്കി. അപ്പോൾ പിന്നെയും ആദ്യത്തെ പോലെ സ്പീഡിൽ വെള്ളം വരാൻ തുടങ്ങി. അങ്ങനെ ബാക്കിയുള്ള ചെടികൾക്കും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഏകദേശം എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ച് കഴിയാനായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചെടി നനക്കൽ പരിപാടി കഴിഞ്ഞു. അടുത്തത് ഇതാണ് നമ്മളെ പണി. എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ കുറച്ച് പണി കഴിഞ്ഞതിന് അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ദോശയായിരുന്നു ഫുഡ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ ദോശ? അടിപൊളിയല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ദോശ. അപ്പോൾ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ദോശ കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ കൂടെ ചട്നിയുണ്ട്, മാങ്ങ ഇട്ടിട്ട് വരട്ടിയ മീൻ വരട്ടിയതുണ്ട്. ഇവിടെ മീൻ വരട്ടിയതെന്ന് ഇതിന് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് വ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ എല്ലാവരും. അപ്പോൾ ഓക്കെ, ടാറ്റാ.